ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, പ്ലേ സ്റ്റോറിനകത്തുള്ള ചെറിയൊരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ ഒന്നുമല്ല, പ്ലേ സ്റ്റോറിനകത്ത് മുമ്പേ ഉള്ള ഒരു ചെറിയൊരു ഓപ്ഷനാണ്. നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോറിനകത്ത് കണ്ടിട്ടുണ്ടാവാം വിഷ് ലിസ്റ്റ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. എന്താണ് വിഷ് ലിസ്റ്റ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മിക്ക സുഹൃത്തുക്കൾക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം തന്നെയായിരിക്കാം. എന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ നമ്മൾ പ്ലേ സ്റ്റോർ തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തായിരിക്കാം നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ അവിടെ കാണുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കാം. പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ ആവശ്യമുള്ളത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് 3 ഡോട്ട് വലതുവശത്ത് കാണാൻ സാധിക്കും. ഈ ഒരു 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, ആഡ് ടു വിഷ് ലിസ്റ്റ്. ഈ ഒരു ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എപ്പോഴാണോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെറ്റിങ്സ് ഇവിടെ ഇടതുവശത്ത് ഓപ്പൺ ചെയ്യുക. താഴെയായിട്ട് 4ാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, വിഷ് ലിസ്റ്റ്. നമുക്ക് ഈ ഒരു വിഷ് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വിഷ് ലിസ്റ്റിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാം റിമൂവ് ഫ്രം വിഷ് ലിസ്റ്റ്. ഈ ഒരു ഭാഗം നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അവിടെ നിന്നും റിമൂവ് ആകുന്നതായിരിക്കും. ചെറിയൊരു കാര്യം തന്നെയാണ്, പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ചെറിയൊരു കാര്യം ഉപകാരപ്പെട്ടേക്കാം. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.